എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മല്ലു ജംഗ്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിലെ ജീവിത ചെലവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുവൈറ്റിലേക്ക് ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. കാര്യം ഇവിടുത്തെ ജീവിത ചെലവിനെക്കുറിച്ചും ഇവിടുത്തെ മാസ വാടകയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എത്ര രൂപ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ള കുറേ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ കുവൈറ്റിൻ്റെ MOH റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാണ് മാസച്ചെലവ് നിങ്ങൾക്കാകുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. എനിവേ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. GCC രാജ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന രാജ്യം ഏത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് കുവൈറ്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തുകൊണ്ടാണ് കുവൈറ്റ് പോലുള്ള ഒരു രാജ്യത്തേക്ക് ഇത്രയധികം മലയാളികൾ കുടിയേറി പാർക്കാൻ കാരണം? ആ കാരണം തേടി ചെല്ലുമ്പോൾ നമ്മൾ എത്തി നിൽക്കുക ഇവിടുത്തെ ജീവിത ചെലവിൽ തന്നെയാണ്. ജീവിത ചെലവ് കുറവ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് എന്ന് മെൻഷൻ ചെയ്യാതിരുന്നാൽ അത് ശരിയാകും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ജീവിത ചെലവ് നന്നേ കുറവിൽ ജീവിക്കുന്നത് ഇവിടുത്തെ ബാച്ചലർ ലൈഫിൽ ജീവിക്കുന്നവരാണ് എന്ന് പറയാനായിട്ട് കഴിയും. മാസവാടകയ്ക്ക് ഷെയറിൽ കിട്ടുന്ന മുറികളും ഷെയറിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാര രീതിയും അവരുടെ ചെലവിനെ കുറയ്ക്കുന്നു. എന്നാൽ ഫാമിലിയായി ജീവിക്കുന്നവരുടെ ജീവിത ചെലവിൽ കാര്യമായ കുറവൊന്നും കാണാൻ കഴിയില്ല. 1 BHK, 2 BHK പോലുള്ള ഫ്ലാറ്റുകൾ കുവൈറ്റിൽ സുലഭമായി ലഭിക്കും. ഓരോന്നിനും സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില നിർണ്ണയിക്കപ്പെടുന്നു. വർഷങ്ങളായി കുവൈറ്റിൽ ജീവിക്കുന്നവരുണ്ട്. ചെലവുകൾ കുറച്ച് കമ്പനി നൽകുന്ന കുബൂസും ദാൽക്കറിയും കഴിച്ച് ജീവിതം തള്ളി നീക്കുന്നവരെ തിരഞ്ഞ് നമുക്കേറെ ദൂരം പോകേണ്ടി വരില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ജീവിത ചെലവ്. ചുട്ടപ്പം പോലെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിക്കാൻ നെട്ടോട്ടം ഓടുന്നവരുടെ എണ്ണത്തിലും കുവൈറ്റിൽ കുറവൊന്നുമില്ല. 250 KD-ക്കും 350 KD-ക്കും ഇടയിലാണ് 2 BHK ഫ്ലാറ്റുകൾ ലഭിക്കുന്നതെങ്കിൽ 1 BHK 150-നും 250 KD-ക്കും ഇടയിലാണ്. ഇത്ര വലിയൊരു എമൗണ്ട് കൊടുത്ത് റൂം എടുക്കാൻ കഴിയാത്തവർ ഒരു ഫ്ലാറ്റ് എടുത്ത് ഷെയർ ചെയ്തും ഇവിടെ ജീവിക്കുന്നു. പരസ്പര സ്നേഹത്തോടും സഹകരണത്തോടും കൂടി ജീവിക്കുന്ന മലയാളി സമൂഹത്തെ നമുക്ക് കുവൈറ്റിൽ എവിടെയും കാണാനായിട്ട് കഴിയും. കുവൈറ്റിലേക്ക് ആദ്യമായി വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ താമസിക്കാൻ റൂമുകൾ ലഭിക്കുമോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഫ്ലാറ്റുകൾ കുവൈറ്റിൽ സുലഭമായി ലഭിക്കും. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും നിങ്ങൾക്ക് ലഭ്യമാണ്. അതും ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ജീവിത ചെലവ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. സാധനങ്ങളുടെ വില മറ്റു രാജ്യങ്ങളെപ്പോലെ തന്നെ കുവൈറ്റിലും കൂടുതൽ തന്നെയാണ്. ബൾക്കായി വാങ്ങി വെക്കുന്നതിലൂടെയും ഓഫർ തേടി വാങ്ങുന്നതിലൂടെയൊക്കെ നമുക്ക് ആ ചെലവുകൾ ഒരളവ് വരെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജീവിക്കാൻ കഴിയുന്ന, ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് എന്ന് അവസാനമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ രാജ്യം നിങ്ങളെ കൈവിടില്ല. അതുകൊണ്ട് തന്നെ കുവൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കടന്നു വരിക. സാധനങ്ങളുടെ വിലയിൽ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് പൊതുവെ കുവൈറ്റിൽ കാണാൻ കഴിയും. ആ വില നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്നും നമുക്ക് കാണാം. ഉദാഹരണത്തിന് 1 കിലോ തക്കാളിയുടെ വില എന്ന് പറയുന്നത് 1.5 KD-യാണ്. ഈ വില നാടുമായി കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്ന് കാണണം. അതായത് 1.5 KD എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 411 രൂപയാണ്. അപ്പോൾ ഈ 411 രൂപ കൊടുത്ത് 1 കിലോ തക്കാളി ഞാൻ മേടിക്കണോ എന്ന് വിചാരിക്കുന്നവർ മേടിക്കാതെ തിരിച്ചു പോകുകയേ നിർവാഹമുള്ളൂ. ഞാനൊക്കെ ആദ്യമായി കുവൈറ്റിൽ വരുന്ന കാലത്ത് പലപ്പോഴും പല സാധനങ്ങളും വാങ്ങാതെ തിരിച്ചു പോന്നിട്ടുണ്ട്. അത് ഇതുപോലെ കമ്പയർ ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ്. നാട്ടിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും കുവൈറ്റ് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. മികച്ച ക്വാളിറ്റിയിൽ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കൂടുതലും നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് കുവൈറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആദ്യമായി കുവൈറ്റിലേക്ക് വരുന്നവരാണ് നിങ്ങളെങ്കിൽ നാട്ടിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിച്ചു കൊള്ളുന്നു.